ഹലോ, എക്സ്ക്യൂസ് മീ. നമസ്കാരം സാർ. ഓംപ്ലേറ്റ് ഉണ്ടോ? ഓംപ്ലേറ്റോ ഉണ്ടല്ലോ സാർ. ഉണ്ടല്ലോ അല്ലേ? ഓംപ്ലേറ്റ് ഉണ്ടല്ലോ. അതെ. ഓക്കെ, ഒരു സിംഗിൾ എടുത്തോളൂ. സിംഗിൾ ഓംപ്ലേറ്റ്. ഡബിളൊക്കെ എടുത്തോ. ഡബിളൊക്കെ എടുത്തോളൂ. സിംഗിൾ ഓംപ്ലേറ്റാ? ആ, ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചു. ഓക്കെ, സിംഗിൾ ഓംപ്ലേറ്റിൽ എത്ര മുട്ട? 4 മുട്ട പൊട്ടിച്ച് വെച്ചോളൂ. 4 കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല കേട്ടോ. ഇനി ഇളക്ക് ശരിക്കും ഇളക്കൂ. നന്നായിട്ട്. മിക്സി ഉണ്ടോ? മിക്സിയോ? ആ, മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും അത് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സിയിലിട്ട് ഇളക്കൂല സാറേ. ഓക്കെ, സ്പൂൺ യൂറോപ്യൻ സ്റ്റൈലാണ് ഞാൻ പറയുന്നത്. യൂറോപ്യൻ സ്റ്റൈലല്ലേ? ആ, ശരിക്കും ഇളക്കും. സാൾട്ട് ഉണ്ടോ? ഫാൾട്ടില്ല സാർ. ഇന്ന് രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന നല്ല മുട്ട. ഇംഗ്ലീഷ് അറിയില്ല. സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പില്ലേ? ഉപ്പുണ്ടല്ലോ. അതെ, ഉപ്പുണ്ടല്ലോ. ഇട്ടോ ശരിക്കും. അത് മൊത്തോട്ടോ. അത് മൊത്തോട്ടുള്ളൂ. ഈ ഓംപ്ലേറ്റിലാ ഉപ്പ് മൊത്തം ഇട്ടോളൂ. വാരിടൂ. കുഴപ്പമില്ലല്ലേ? വാരിടൂ. കൂടുതലാവരുത്. കൂടുതലാവാൻ പാടില്ല. നമ്മൾ ഇടുമ്പോഴും സൂക്ഷിച്ചു വേണം ഇവിടെ. ഓക്കെ, ഇനി ഇളക്കൂ. മിക്സി മേടിക്കാൻ കിട്ടുമോ അടുത്ത് എവിടെയെങ്കിലും? അല്ല, ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തോളാം. ഓക്കെ, ശരിക്കും ഇളക്കിക്കോളൂ. നല്ല അങ്ങോട്ട് ഇളക്കിയിട്ട് സംഭവം. പെപ്പർ ഉണ്ടോ? ഇന്നത്തെ പേപ്പറാണോ? മലയാള മനോരമ, മാതൃഭൂമി. അറിയില്ല. ഇത് അറിയില്ല. ഇംഗ്ലീഷ് അല്ല. പെപ്പർ മീൻസ് കുരുമുളക് പൊടി ഇല്ലേ? അതിന് പേപ്പർ എന്ന് പറയാം. പെപ്പർ അത് കുരുമുളക് പൊടി ഇട്ടോളൂ. ഒരു 500 ഗ്രാം ഇട്ടോ. 500 ഇട്ടോളൂ. 500 ഗ്രാം കുരുമുളക് ഇട്ടോ. അത് അറിയില്ലേ? കുഴപ്പമില്ലല്ലേ? അത് നമ്മുടെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ. കൂടുതലാവണ്ട കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തോളൂ. മിക്സ് ചെയ്തോളൂ. ശരിക്കും കലക്കും. പഞ്ചസാര ഉണ്ടോ? പഞ്ചസാര ഉണ്ട്. ഇപ്പം എടുത്തരാം കേട്ടോ. എന്തിനാ സാർ പഞ്ചസാര ഇതിലിടാൻ? ഓംപ്ലേറ്റ് ആരും പഞ്ചസാര ഇടില്ല സാർ. ഓംപ്ലേറ്റ് പഞ്ചസാര ഇടില്ലല്ലേ? സോ ഈ പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ആവാലോ, തിരിച്ചാവാലോ. അങ്ങനെ തല തിരിച്ചാവാലോ. പഞ്ചസാര ഓംപ്ലേറ്റ് ഇട്ടൂടെ? ഇട്ടുള്ളൂ. അങ്ങനെ യൂറോപ്യൻ സ്റ്റൈൽ തിരിച്ചു മറിച്ചു. ശരി, ഓക്കെ. ഇനിയിപ്പോ പഞ്ചസാര ഓംപ്ലേറ്റ് ഇട്ടില്ലേ? ഇനി മിക്സ് ചെയ്തു. ഇനി മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടി ഉണ്ടോ? മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ. മഞ്ഞപ്പൊടി എന്തിനാ സാർ മഞ്ഞപ്പൊടി ഇതിലിടാനേ? മഞ്ഞപ്പൊടി ഇതിലിടാൻ ഇല്ലേ? മഞ്ഞപ്പൊടി ഇല്ല സാർ. മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടുമോ? മഞ്ഞ നിറത്തിൽ ഒരു മഞ്ഞപ്പൊടി ഇല്ല. ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു? അമ്പലത്തിൽ രാവിലെ പോയി. പിറന്നാളായിരുന്നു. ഓക്കെ. ഇതെന്താ കുറി ഉണ്ടല്ലോ അവിടെ? അതാ. ഓക്കെ, ധാരാളം മതി. ചന്ദനക്കുറി ഇട്ടോ. ഓംപ്ലേറ്റ് തകർത്ത് പൊളിക്കുള്ളൊരു വെറൈറ്റി. പട്ടിക്കാട്ടമുണ്ടോ? പട്ടിക്കാട്ടുണ്ട്. ഞാൻ കൊടുക്കണം. എന്ത് പട്ടിക്കാട്ടമുണ്ടോ? ഈ പട്ടികളൊക്കെ കാഷ്ടിക്കുന്ന കാട്ടും ഈ ഓംപ്ലേറ്റിലിടാൻ. ഇറങ്ങടാ. യൂറോപ്യൻ സ്റ്റൈൽ പുറത്തിറങ്ങടാ. അതായത് യൂറോപ്യൻ സ്റ്റൈൽ പുറത്തിറങ്ങടാ. അതായത് മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈലാണ്. അതാണ് ഇറങ്ങണ പുറത്ത്. യൂറോപ്യൻ സ്റ്റൈലാണ്. അതുകൊണ്ടാണത്. യൂറോപ്യൻ സ്റ്റൈലാണ്. അതെ, യൂറോപ്പിലൊരു സ്റ്റൈൽ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുത്തെ സ്റ്റൈൽ നീ കണ്ടില്ലല്ലേ? ഇവിടുത്തെ സ്റ്റൈൽ നിനക്ക് കാണിച്ച സ്റ്റൈൽ ആടാ. ഭ്രാന്തനാണല്ലേ? അപ്പനാടാ. പട്ടിക്കാട്ട. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേവാ ഒരു
നീ കോളേജ് ജംഗ്ഷനിൽ എന്താ കാണിച്ചേ? എസ് ഐ ശശികുമാർ വന്നാൽ നിന്റെ ഇന്ന് അടിച്ച് ഷേപ്പ് അവിടെ അല്ല പിന്നെ പോലീസുകാരുടെ കളി. നിന്നോട് എസ് ഐ ശശി എന്തിനാ പറഞ്ഞിരിക്കുന്നത്? മതിലുമ്പ കയറാൻ. മതിലുണ്ടാക്കാറ് പോയിട്ടാണോ ഇവിടെ വേണ. ഇനി നീ പോക്കിരിത്തരം കാണിച്ച ഇടിച്ചതിന്റെ നട്ടല് ഞാൻ ഓടിക്കും. പോലീസുകാരെ കളയാക്കുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? നട്ടല് എവിടെ മനസ്സിലായോ? മാറിക്കണോ? ആ അല്ല അതെ ഇപ്പം ഭാര്യ ചുങ്കത്തേക്ക് മാറി. പിന്നെ പ്രൊമോഷനായിരുന്നു, SI ആയി. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. 150 പേരെ ഏൽപ്പിച്ചായിരുന്നു. അതിൽ 100 പ്രതികളെ മാഡം മാറിയ കാര്യം പറഞ്ഞ ചുങ്കത്തേക്ക് SI ആയിട്ട് മാറ്റം കിട്ടിയത് ഞാൻ തന്നെ വേണം. ആ അതെ പ്രതികളോടാ കൂടുതൽ ഞാൻ പറഞ്ഞു. അവരെല്ലാം കൂടി കുറച്ച് SMS അയക്കാന്ന് പറഞ്ഞു. കിട്ടിയെന്നല്ല കിട്ടി. ആ ആയിക്കോട്ടെ, മാക്സിമം ഞാൻ പരിശ്രമിക്കാം. ശരി, ഓക്കെ. സാർ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? എന്നാടോ സാറിന്റെ കോസ്റ്റ് ഡ്രസ് മാറിപ്പോയി. മാഡത്തിന്റെ ഉടുപ്പല്ലേ ഇത്? എന്റെ പൊന്നെ, ഇനിയിപ്പോ എന്നാണ് ഒരു പേപ്പറിന്റെ ആവശ്യം കൊടുത്തേ? പേപ്പറൊന്നുമില്ല സാർ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന. ഇത് വെച്ചോണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? പിന്നെ മാറിയിരിക്കണോ? ഇത് പിടിച്ചേ ഇവിടെ വന്ന് പെട്ടെന്ന് വാ. ഇവനെന്നാ ഇത്? എവിടെയാണോ നീ പൂവാലത്തരം കാണിച്ച? നിന്നോട് ഇറങ്ങാൻ പറഞ്ഞാണോ? അതെ, ഞാൻ ഭിത്തി കയറി ഇപ്പുറത്തെത്തി സാറേ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെയാട്ടെ. ആ അപ്പൊ നീ ഒരു കാര്യം, ഇവിടെ അങ്ങോട്ട് കയറി മര്യാദക്ക് ഭിത്തിയെ കയറാം. അത് ശരി. ആ അവനെയൊക്കെ ഒന്ന് വീശിക്കേ. എന്നാ ഒരു ചൂടായി ഇവിടെ. ഈ AC-ന്റെ ഒരു സ്റ്റേഷൻ പഠിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, പക്ഷെ ആരെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോ ഇത് ആരാ വിളിക്കുന്നത്? ഹലോ ഹലോ, അതെ ശശി പ്രേമലത സ്പീക്കിംഗ്. അല്ല ശശി സ്പീക്കിംഗ്. ആ ആലുവ മാർക്കറ്റില്ല. എന്താ സാർ? തല വേറെ ആക്കിയോ? എത്ര പീസാക്കി? 3 പീസോ? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നെയ്മീൻ മേടിക്കുമ്പോഴത്തെ 16 പീസാക്കി തന്നോ. എന്റെ വീട്ടിൽ കൊണ്ടാ പെണ്ണുപിള്ളിക്ക് ജോലിയല്ലേ? ആരെങ്കിലും കണ്ടിച്ചു തരാനുണ്ടോ? ഇനി നെയ്മീൻ ഞാൻ മേടിക്കാൻ വരുമ്പോൾ 3 അല്ല 16 പീസാക്കി തരണം കേട്ടോ. ഓക്കെ, മാർക്കറ്റിൽ മീൻ മേടിക്കാൻ വരും 3 പീസാക്കി കൊടുത്തു വിട്ടേക്കും. എന്നാ പറയാ? നമസ്കാരം സാർ. അയ്യോ നമസ്കാരം. പിന്നെ ഇരിക്കണം. കയറി കസേര തന്നെ കയറിയിരിക്കണം. പോലീസ് സ്റ്റേഷൻ വന്ന കാര്യം എന്തിനാ സ്റ്റേഷനിലെ ബുക്ക്? അത് ശരി, സ്റ്റേഷനിലെ ബുക്ക് കൊണ്ട് വേണം നിനക്ക് ഷൈൻ ചെയ്യാൻ. പിന്നെ ഒപ്പിടണം. ആദ്യം നീ ചെയ്ത തെറ്റെന്നാണ് എന്നോടൊന്ന് പറഞ്ഞു. അയ്യോ ഞാനും ഒരു പാവവും കൂടെ ചേർന്ന് കഴിയുമ്പോ എന്നാന്നറിയോ? കണ്ടോ അറിയാം. ഒരു തെറ്റും ചെയ്യാത്തവരെവിടെ വരാറുള്ളൂ. പറഞ്ഞു എന്നാ? എന്റെ വീടിന്റെ അടുത്തുള്ള ഗോപാലിന്റെ കൊച്ചു പെണ്ണുണ്ട്, ഒരു 12 വയസ്സുള്ള ഒരു കൊച്ചു പെണ്ണ്. 6ാം ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്. സാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലേ? പിന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കൊച്ചു പെണ്ണ്, ആ കൊച്ചു പെണ്ണ് ഇങ്ങനെ നടന്നു പോകുമ്പോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് പേടിപ്പിച്ചു. അതിന് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പീഡിപ്പിച്ചു തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അതൊരു തെറ്റാണ്. അതൊരു വലിയൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. അത് തെറ്റല്ല ഒരിക്കലും. അതൊരു തെറ്റെന്ന് പറയാൻ പറ്റിയല്ല. അത് പേടിപ്പിച്ചല്ലേ ഉള്ളൂ, പീഡിപ്പിച്ചല്ലോ. പിന്നെ അതുകൂടാതെ എന്റെ വീടിന്റെ അടുത്തുള്ള മതിലിലൂടെ ഇങ്ങനെ നടന്നു പോകും. മതിലിന്റെ സൈഡിൽ കൂടെ നടന്നു പോകും. അപ്പുറത്തൊരു കുളമുണ്ട്. അവിടെ ഒരു 22 വയസ്സുള്ള ഒരു പെണ്ണ് ഡിഗ്രിക്കായിരിക്കും പഠിക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്നത്, കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരായാലും ഒന്ന് എത്തി നോക്കില്ലേ? ചിലപ്പോ സാഹചര്യത്തിന്റെ ഇത് വെച്ചിട്ട് നോക്കും. ഞാനൊന്ന് എത്തി നോക്കി ആ മതിലെടുത്ത് ചാടി അതൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എങ്ങനെ? ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെയല്ലേ? ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അതിന് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് എന്നെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഒരിക്കലോ തെറ്റല്ല. ഇങ്ങനെ പറ്റുമെന്ന് പിടിച്ചു പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഞാൻ കണ്ണൂർ വഴി സാർ ഒന്നും
അല്ല ഇവിടെ ഒന്ന് ചാ. ഞാൻ കണ്ണൂർ വഴി എന്റെ ബെൻസ് കാർ ഇങ്ങനെ ഓടിച്ചു വരും. അപ്പൊ ഒരു പ്രകടനം, അവിടെ ഒരു ചെറിയ കശപിശ ഉണ്ടായി. അപ്പൊ ഞാൻ എന്റെ ചെറിയൊരു കത്തിന്റെ അരയില് ആ കത്തി എടുത്തിട്ട് കത്തി കൊണ്ട് നടക്കാം, കത്തി കൊണ്ട് നടക്കാം, കത്തി കൊണ്ട് നടക്കാം. ഒരു തെറ്റല്ലല്ലോ. ഒരു തെറ്റുമല്ല, ഒരു തെറ്റുമല്ല. ഈ കത്തി ഉപയോഗിച്ച് ഞാൻ ഒരാളെ ഒന്ന് വെറുതെ ഒന്ന് ഞോണ്ടി, വെറുതെ ഞോണ്ടി, വെറുതെ ഒന്ന് ഞോണ്ടി, വെറുതെ നോട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലായിരുന്നു. അയാൾ മരിച്ചുപോയി. മരിച്ചുപോയി. അതിനാണ് എന്നെ പോലീസോടെ പിടിച്ചോണ്ടുവന്നത്. അതൊരു അത് തെറ്റല്ല. അത് ശരിക്കും പറയും കത്തി കൈ കൊണ്ട് നടക്കുന്നത് നേരത്തെ റൂറൽ ഞാൻ കരുതി. നീ എന്നാ കരുതി? കരുതി വേറെ റൂറൽ. അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അത് ചെറിയൊരു ഇതുണ്ട്, പക്ഷെ അത് തെറ്റല്ല. അല്ല ഒരിക്കലും അത് തെറ്റല്ല. അതുപോലെ സാർ, പഞ്ചായത്തിൽ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് ഒരു 10,000 രൂപ ഇന്ന എന്ന് പറഞ്ഞിട്ട് എന്റെ പോക്കറ്റിലേക്ക് വെക്കാൻ നിന്നു. കൈക്കൂലിയായിട്ട് മേടിച്ചല്ലോ. കൈക്കൂലിയായിട്ട് മേടിച്ചതല്ല, ഇന്ന എന്ന് പറഞ്ഞപ്പോ നീ മേടിക്കുവാണോ ചെയ്തത്? അതുപോലെ നീ ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞ് മേടിക്കുവാണോ? അപ്പോഴാണ് മേടിച്ചത്. അപ്പൊ ഒരു തെറ്റല്ലോ. അതൊരു തെറ്റെന്ന് പറയല്ല, അത് തെറ്റല്ല. അങ്ങനെ ഒന്നും തെറ്റായിട്ട് കൂട്ടാൻ പറ്റിയല്ല നമുക്ക്. ഞാൻ ഇനി ഉപ്പിടണം. അല്ല, ഇനിയിപ്പോ നാളെ മുതൽ അങ്ങോട്ട് കൊണ്ടുപോയി ഒപ്പിടിച്ചോണ്ട് വന്നാൽ മതി. തനിക്കൊന്നും ഒരു പണിയില്ലാതിരിക്കല്ലേ? ഓക്കെ. അങ്ങനെയുള്ളവരാണ്. ശരി ശരി. ഇതൊരു തെറ്റാണോ സാർ? ഒരിക്കലും ഇതൊരു തെറ്റല്ല. അത് ഞാൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു. കേറാൻ പറ്റിയല്ല. പുറത്തൊരുത്തുനിന്ന് അവിടെ വന്ന് ഇപ്പോൾ അവരിനി എന്നാ പറയാൻ വരുന്ന